നമുക്കൊന്നൊരു നല്ലൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. നല്ല നാടൻ രുചിയിലുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് കഴുകി നല്ല നീളത്തിലരിഞ്ഞാണ്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ തിരുവനന്തപുരം സൈഡിൽ ഇങ്ങനെയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള എടുത്തിട്ടുണ്ട്. 2 ചെറിയ സവാളയാണ് എടുത്തത്. കൊച്ചുള്ളി ഇടുന്നതായിരിക്കും ഇച്ചിരി കൂടെ രുചി. കൊച്ചുള്ളി ഇടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഇച്ചിരി കൂടെ. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തത്. ചെറിയ 2 സവാള എടുത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും കൂടെയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇച്ചിരി ചെറുതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്. തീരെ പൊടിയാക്കി അരിയരുത് കേട്ടോ. എന്നാലും നമുക്ക് ഇച്ചിരി നീളത്തിലൊക്കെ അരിഞ്ഞെടുത്ത് എന്തായാലും രണ്ടും അരിഞ്ഞെടുത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കയും എടുത്തു. അതിനുശേഷം ഉള്ളിയും പച്ചമുളകും മാത്രമാണ് എടുത്തത്, വേറെ ഒന്നും എടുത്തിട്ടില്ല. അതിനുശേഷം പാനൊക്കെ ഞാൻ നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്ന് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇതിനകത്തോട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ. ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. സൺഫ്ലവറൊക്കെ ഒഴിക്കുമ്പോൾ വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നല്ല ചൂടായിട്ട് ഇതൊക്കെ ഇട്ടാൽ മതി. ചൂടായപ്പോഴത്തേക്കും ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട്, സവാള ഇട്ടു. സവാള ഒരു പച്ച മണമൊക്കെ മാറണം കേട്ടോ. പച്ചമണം മാറിയപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് പച്ചമുളക് ഇട്ടു. രണ്ടും ഇച്ചിരി സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയില്ലെങ്കിൽ ഒരു വല്ലാതെ ഒരു കടിയും, അതുകൊണ്ടാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. കുറച്ചൊന്ന് ഒരു ചെറിയൊരു ചുവപ്പ്, അല്ലാതെ നല്ല ഇതാകുമ്പോഴല്ല. അപ്പോഴും നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് ഉപ്പിട്ടില്ലായിരുന്നു നേരത്തെ, അതുകൊണ്ട് നമുക്ക് ഉപ്പും കൂടെ ഇടാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പ്. ചിലവരൊക്കെ ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണ്ടി വരും, ചിലവരൊക്കെ കുറച്ച് മതിയായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ഇടരുത്, കുറച്ച് ഇട്ട് നോക്കുക. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇടാം. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വീണ്ടും നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുവാന്നേ. നല്ല ഇളക്കി ഇച്ചിരി ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ തിരുമ്മിയത് എടുക്കാം. തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ തിരുമ്മി ഇട്ട് കൊടുത്ത ഉടനെ എടുക്കരുത്. ഇച്ചിരി കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. പാനാണെങ്കിൽ നല്ലതാണ്. അപ്പോഴും നമ്മൾ ഇരുമ്പ് ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ അത് പിന്നെ അടി പിടിക്കും. നമ്മളെപ്പോഴും അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ചെറിയ തീയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ മൂത്ത് വരുള്ളൂ. പാനിലാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഇച്ചിരി സമയം, ഇപ്പം വേറെ ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാലും അത് കരിയെത്തൊന്നുമില്ല, അതങ്ങനെ കിടന്ന് മൂത്തോളും. ഇച്ചിരി ഒന്ന് നല്ലതുപോലെ മൂത്തില്ലെന്നുണ്ടെങ്കിലേ പിന്നെ കൊള്ളത്തില്ല. വെണ്ടയ്ക്ക ആയതുകൊണ്ട് നല്ല വിഴുവിഴാന്നിരിക്കും. വെള്ളമൊന്നും എടുത്തൊഴിച്ച് കളയൽ, കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. പാനിലാകുമ്പോഴത്തേക്ക് അതിൽ കിടന്ന് തന്നെ മൂത്തോളും. അപ്പോൾ നമുക്ക് ഇച്ചിരി കുറച്ച് നേരം ഇട്ടേക്കാം. നല്ല ചെറിയ തീയിലിട്ടാൽ മതി. തീയൊന്നും ഒരുപാട് ഇടല്, കരിഞ്ഞ് പന്നലായി പോവും, തിന്നാൻ കൊള്ളത്തില്ല. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളുണ്ടാക്കി കഴിച്ചു നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വേറെ ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നോക്കുന്നുണ്ട്. പാനിലായതുകൊണ്ട് കരിഞ്ഞു പോവാതെ നല്ലതായിട്ട് കിടക്കുന്നുണ്ട്. കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഏതാണ്ടൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ചെയ്തു നോക്കണം, അഭിപ്രായം പറയണം എങ്ങനെയുണ്ടെന്ന് കേട്ടോ.